ഏതാ ഒരു സുന്നത്ത്? സമയം നീണ്ടുപോയോ? ഒരു സുന്നത്ത്, ഒറ്റ സുന്നത്ത്, ആണിനും പെണ്ണിനും ചെയ്യാൻ പറ്റുന്നു. ഇങ്ങനെ പറയും പുരുഷന്മാരെ വിചാരിക്കും ഞാള് താടി വെക്കാൻ വേണ്ടിയിട്ട് പറയായിരിക്കും, അപ്പൊ പിന്നെ സ്ത്രീകൾക്ക് അത് കിട്ടൂല. ഇപ്പൊ രണ്ടുപേർക്കും കിട്ടുന്ന ഒരു സുന്നത്ത്. സുന്നത്ത് നിസ്കാരം നല്ല തന്നെയാണ്. ഞാൻ പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ കുപ്പായിടാത്ത ആരും ഈ കൂട്ടത്തിലില്ലാലോ? ഇല്ല. കുപ്പായിടാത്ത ഒരു കുട്ടിയുമില്ല. ചെരുപ്പിടാത്തവരുണ്ട് ഈ കൂട്ടത്തിൽ ആരെങ്കിലും? ചെരുപ്പിടാത്തവരില്ല. എന്നാ ഹബീബ് സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ചെരുപ്പിടുന്ന സമയത്ത് ആദ്യം വലത്തെ കാലിട്ടിരുന്നു, പിന്നെയാണ് ഇടത്തെ കാലിട്ടത്. ചെരുപ്പ് അഴിക്കുമ്പോ ആദ്യം ഇടത്തെ കാൽ അഴിച്ചിരുന്നു, പിന്നെയാണ് വലത്തെ കാൽ അഴിച്ചത്. ഇത് റസൂലുള്ളാഹിന്റെ ഒരു സുന്നത്താണ്. മരണം വരെ നമ്മൾ നിലനിർത്തണം. അതുകൊണ്ട് എല്ലാവരും ചെരുപ്പഴിക്ക്, ആദ്യം അടുത്തതയ്ക്ക്. ഇപ്പം തന്നെ വേറെ ഇതെന്താ, ഇപ്പൊ വയല് പറഞ്ഞിട്ട് പുറേ പോയിട്ടല്ല നന്നാണ്ട്, ഇവിടെ തന്നെ നന്നാണ്ടേ. അയക്കെല്ലാവരും ചെരുപ്പയ്ക്ക് അയച്ചു. സ്ത്രീകൾക്കും അയക്കാം. ഞാൻ കുപ്പായം പറഞ്ഞിട്ട് ക്യാൻസൽ ചെയ്തത് സ്ത്രീകളോട് കുപ്പായം കഴിക്കാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണല്ലോ, അതുകൊണ്ടാണ് ചെരുപ്പും വില കടന്നത്. ഇനി വലത്തെ കാല് ആദ്യം കെട്ടി ചാട്ടി ബിസ്മില്ല. ബിസ്മി കൂട്ടണമെന്നില്ല. അത് ബഹുമാനപ്പെട്ട അസ്നൽ മത്താലി പോലത്തെ കിതാബിൽ കാണാം. അടിച്ചു വരുമ്പം ബിസ്മി കൂട്ടണ്ട, ഇഹാനത്തുള്ള വിഷയങ്ങൾക്കൊന്നും ബിസ്മി കൂട്ടേണ്ടതില്ല. അതുപോലെ തന്നെ ചെരുപ്പിടുമ്പം ബിസ്മി കൂട്ടേണ്ടതില്ല, മറിച്ച് വസ്ത്രം ഇടുമ്പം ബിസ്മി എല്ലാം എന്ന് കിതാബുകളിൽ കാണാം. ഏതായാലും ഇരിക്കട്ടെ, വലത്തെ കാലുകൊണ്ടിട്ട് പിന്നെ ഇടത്തെ കാലുണ്ട്. ഇതിലുള്ള ഗുണം എന്താണെന്നറിയാം നിങ്ങള്? വലത്തെ കാൽ ആദ്യം ഇട്ട് പിന്നെ ഇടത്തെ കാലിട്ടാല് ആ ചെരുപ്പ് അയക്കുന്നത് വരെ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും, സുന്നത്തിന്റെ കൂലി കിട്ടും. ഇനി ചെരുപ്പ് ആദ്യം ഇടത്തേത് അയച്ചു, എന്നിട്ട് പിന്നെ രണ്ടാമത് വലത്തേത് അയച്ചു. അങ്ങനെ ആവുമ്പോൾ ഇനി അടുത്ത ചെരുപ്പ് ഇടുന്നത് വരെ നിങ്ങൾക്ക് പ്രതിഫലം. അപ്പൊ 24 മണിക്കൂർ നിങ്ങൾക്ക് കൂലി. ഒന്നുണ്ടെങ്കിൽ ചെരുപ്പ് ഇട്ടിട്ടുള്ള കൂലി, അല്ല ചെരുപ്പ് ഒഴിവാക്കിയിട്ടുള്ള കൂലി. അള്ളാഹു ഇത് ചെയ്യാൻ നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ. പിന്നെ ഒരു 250 ഉറുപ്പിക നിങ്ങൾ എല്ലാവരും തരണം. എനക്കല്ല, ഇങ്ങക്കന്നെ ഒരു 250 ഉറുപ്പിക. അള്ളാഹിന്റെ ഹബീബ് സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ ശറഫാക്കപ്പെട്ട കയ്യിലെ ഒന്നുകിൽ വലത്തെ കയ്യിന്റെ ചെറുവിരലുമ്മൽ അല്ല ഇടത്തെ കയ്യിന്റെ ചെറുവിരലുമ്മൽ ഒരു വെള്ളീന്റെ മോതിരം റസൂൽ ഇട്ടിന്. അത് നമുക്കൊക്കെ അറിഞ്ഞൂടെ? ഇത് ഇടാന് ചിലർക്ക് കഴിയലില്ല. ചില ആളുകൾക്ക് അത് ഇടണമെന്ന് തോന്നുമ്പോ ഇബ്ലീസ് മാറ്റി കൊടുത്തിട്ട് എന്നാ ഇനി അത് ഇടണ്ട, തമ്പാക്ക് ഇട്ടോന്നറിയോ? കുറച്ച് സ്വർണ്ണമൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ആ കളർ മാറ്റിയിട്ട് ചെമ്പിന്റെ കളർ ഇട്ടോ എന്നാ കൂലി കിട്ടൂലോ. ഇബ്ലീസിന് കൂലി കിട്ടാതിരിക്കാനുള്ള എന്തെല്ലാം ഐഡിയകളാ ചിന്തിക്കുക. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും ചെറുപ്പക്കാരും, നമുക്കൊരു ഐഡന്റിറ്റി വേണ്ടേ? നമ്മളെ ഒരു പ്രത്യേക സംസ്കാരമുള്ള ആളുകളല്ലേ, നമുക്കൊരു ഐഡന്റിറ്റി കിടക്കട്ടെ. റസൂലുള്ളാഹിന്റെ ഒരു സുന്നത്തിന് വേണ്ടിയിട്ട് നിലനിർത്താം. ഒരു 250 ഉറുപ്പിക നിങ്ങൾ തട്ടാനിക്ക് കൊടുത്തിട്ട് നിങ്ങൾ തന്നെ വാങ്ങിയിട്ട് ഇട്ടോളി, എനിക്ക് വരണമെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ അത് നമ്മൾ ചെയ്യണം. അള്ളാഹു തആല തൗഫീഖ് തരുമാറാവട്ടെ. മനസ്സിലായോ? ഈ ആമീന് പോരാലോ? ഉൾക്കൊള്ളൂലേ? ഇൻഷാ അല്ലാഹ് ഇത് നമുക്ക് കഴിയണം. നിങ്ങൾ ഇതിങ്ങോട്ട് ചെയ്ത് എന്നിട്ട് അള്ളാഹിന്റെ തൗഫീഖോട് കൂടെ നാളെ ആഖിറത്തിലെത്തിയിട്ട്, നമ്മൾ ഉസ്താദ് തുടങ്ങി തന്ന വേലല്ലേ, അപ്പൊ ആ ആഖിറത്തിലെത്തിയിട്ട് ഈ ഒരു സുന്നത്തെടുത്തതിന്റെ പേരിൽ പ്രതിഫലം കിട്ടുമ്പോൾ നമുക്കൊക്കെ ഒന്നിച്ച് ആസ്വദിക്കാൻ കഴിയണം. അള്ളാഹു തആല തൗഫീഖ് തരുമാറാവട്ടെ. അതിന്റെ ഇടയ്ക്ക് ഞാൻ പറയട്ടോ, ചില ആളുകള് ഇടേണ്ടത് ചെറുവിരലുമ്മല അല്ലെങ്കിൽ 2 കൈയിന്റെ ചെറുവിരലുമ്മല. ചിലര് അത് മാറ്റിയിട്ട് മോതിര വിരൽ എന്ന് പറഞ്ഞിട്ട് വേറൊരു വിരലിന് ഇങ്ങോട്ട് ഉണ്ടാക്കും. എന്നിട്ട് ആ സുന്നത്തും എല്ലാം ഇങ്ങോട്ട് വൈകളയും. അതിന് വിട്ടുകൊടുക്കരുത്. നമ്മളെ കൈക്ക് ഹബീബ് സയ്യിദന റസൂലുള്ളാഹി പഠിപ്പിച്ചെന്നത് ഇമാം നബവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശറഹ് മുസ്ലിമിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി വലത്തെ കൈയിലുള്ള മോതിരം ഒന്ന് ചെറുങ്ങനെ അയക്കും, എന്നിട്ട് ചിലപ്പോ ഒന്ന് ഇടത്തെ കൈക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കും, ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. പക്ഷെ 2 ചെറുവിരലുമല്ലാതെ അവിടുന്ന് ഇടാറില്ല. ഈ ഒരു ശൈലിയാണ് റസൂലുള്ളാഹിന്റെ ശൈലി. അത് നമ്മൾ സ്വീകരിക്കണം. ഇനി ചില ആളുകൾക്ക് തോന്നുന്നു എനിക്ക് അതിന് പറ്റിയ കല്ല് കിട്ടുന്നില്ല. കല്ല് കിട്ടട്ടെ, കിട്ടാതിരിക്കട്ടെ, വെള്ളി ധരിക്കലാണ് സുന്നത്ത്. അത് ധരിക്കണം. കല്ലുണ്ടായാലും നല്ലതാണ്, ഇല്ലാതിരിക്കലും നല്ല തന്നെയാണ്. അങ്ങനെ കുറച്ചെന്തെങ്കിലും ഒരു സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ തുടങ്ങണം. അള്ളാഹു തആല തൗഫീഖ് തരുമാറാവട്ടെ. അള്ളാഹു നെറ്റീമല് രോമം തന്നിനോ? നെറ്റീമല് രോമം തന്നിനോ? ഇല്ല. ഉള്ളം കയ്യിൽ അല്ല രോമം തന്നിനോ? ഉള്ളം കയ്യില്. അസ്സലാം വലൈക്കും തന്നെ ഒരാളെ മുസാഫത്ത് ചെയ്യുമ്പോൾ നിറയെ മുടിയാണെങ്കിൽ എന്തിനാ അതിന്റെ രംഗം ഇന്ത്യ ചോക്കിങ്ങള്? നാട്ടിൽ നിറയെ മുടിയാണ് ഉള്ള കയ്യില്. ഒരാളെ മുസാഫത്ത് അസ്സലാം വലൈക്കും തന്നെ മുസാഫത്ത് ചെയ്യുമ്പോ എന്തൊരു വൃത്തികേടാണ്. ചില ആളുകൾ കാണുന്നില്ലേ, വലത്തെ കൈ കൊണ്ട് മൂക്കി ചെയ്തിട്ട് അക്കൈ കൊണ്ട് തന്നെ മുസാഫത്ത് ചെയ്യുന്നവര്. സുബ്ഹാനല്ലാഹ്, എന്തൊരു മുസീബത്താണ്. ഇന്നലെ ഞാനൊരു മൗലിദിന്റെ സദസ്സിലിരുന്നു. മൗലിദിന്റെ മുത്താലിങ്ങൾ എല്ലാവരും മൗലിദൊക്കെ കഴിഞ്ഞ് നമ്മളിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. ഇരിക്കുമ്പോ ഞാനും മുത്താലിങ്ങൾ രണ്ടാളെല്ലാവരും വലത്തെ കൈ കൊണ്ട് ഇങ്ങനെ കൈയിന് 2 കൈയും കഴുകി. അതിലൊരു മനുഷ്യൻ കൈ കഴിയില്ല.
ആ കൈ കഴുകാണ്ട് എന്റെ തൊട്ടപ്പുറത്ത് മൂപ്പരിയിരുന്നു. മൂപ്പര് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം എന്നെ ഭയങ്കര ഒരു സൽക്കാരം. ഈ ഇടത്തെ കൈ കൊണ്ട് ഒരു ബത്തക്കാന്റെ കഷ്ണം എടുത്തിട്ട് എന്റെ പ്ലേറ്റിൽ ഇട്ടു. സുബ്ഹാനല്ലാഹ്, ഇങ്ങള് ചിന്തിച്ചോക്കി, എന്ത് വലിയ വൃത്തിയായിട്ടത്. ഓനോട് സൽക്കരിക്കാൻ വേണ്ടിയിട്ട് ആ കുടുംബക്കാർ പറഞ്ഞിട്ടില്ല. മറ്റൊന്ന്, സൽക്കരിക്കുകയാണെങ്കിൽ ഈ ഇടത്തെ കൈ കഴുകാത്ത കൈയെ ഈ ഇടത്തെ കൈ കൊണ്ട് ഒരാൾക്ക് കൊടുത്തിട്ടാണോ സ്വീകരിക്കേണ്ടത്? അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ ഒരു വട്ടവും ഒരു വിഷയവും ഒരു കാര്യം കൊടുക്കാൻ ഇടത്തെ കൈ ഉപയോഗിച്ചിട്ടില്ല, ഒരു കാര്യം വാങ്ങാൻ ഇടത്തെ കൈ ഉപയോഗിച്ചിട്ടില്ല. ഇടത്തെ കൈ പുറത്തു പോകേണ്ട സർവ്വത്തിനും ഇടത്തെ കൈ, വലതിന് പിന്നെ ഉള്ളിലേക്ക് വരേണ്ടതിനൊക്കെ വലത്തത്. ഭക്ഷണം കഴിക്കുമ്പോ വലത്തത്, വെള്ളം കുടിക്കുമ്പോ വലത്തത്, പുറത്തേക്ക് മൂക്കിയതല് ഇടത്തെ കൈ കൊണ്ട്, തുപ്പല് ഇടതു ഭാഗത്തേക്ക്, മൂത്രയിക്കുമ്പോ ചെരിഞ്ഞിരിക്കേണ്ടത് ഇടതു ഭാഗത്തേക്ക്, ഇങ്ങനെ തുടങ്ങിയിട്ട് പുറത്തേക്ക് പോകേണ്ട സാരഥ്യത്തിന് മുഴുവനും ഇടത്, വലത്തേക്ക് പിന്നെ ഉള്ളിലേക്ക് വരേണ്ടതിന് മുഴുവനും വലത്. ഈ ഒരു ശൈലി ഒരു നല്ലൊരു സംസ്കാരമാണ്. അങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ പാലിക്കണം. അപ്പൊ ഈ ഉള്ളം കയ്യിൽ രോമം ഉണ്ടെങ്കിൽ വലിയ കഷ്ടമാണ്. നെറ്റിമേൽ ഒരാൾക്ക് രോമം ഉണ്ട് നോട്ടിക്കോ, എന്നാലും കഷ്ടമാണ്. അള്ളാഹുത്തല ഒരു താടി തന്നില്ലേ? താടി ഫുള്ള് നിങ്ങൾ വെക്കണമെന്നില്ല. ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം. ഫുള്ള് വെക്കണമെന്നില്ല. ബഹുമാനപ്പെട്ട സയ്യിദ് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അള്ളാഹു അവിടുത്തെ ആഖിറം സന്തോഷമായി കൊടുക്കുമാറാവട്ടെ, അദ്ദേഹത്തിന്റെ താടി കണ്ടിട്ടില്ല നിങ്ങൾ? രണ്ട് താടി എല്ല് കൂടുന്നിടത്തിൽ ചെറുങ്ങനൊരു താടി ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു താടിയെങ്കിലും നമ്മൾ വെച്ചിട്ടൊന്ന് തുടങ്ങുക. അപ്പൊ ചിലർ പറയും ചൊറിയുന്നു, ഓന്റെ തല ഓന് 10,000 വട്ടം ചൊറിയലുണ്ട്, എന്റെ മൊട്ടടിക്കലില്ല. തല 10,000 വട്ടം ചൊറിഞ്ഞിട്ട് ഓൻ മൊട്ടടിക്കലില്ല. താടി വെക്കുമ്പോഴേക്കും എനിക്ക് ഭയങ്കര ചൊറിച്ചിലാണ്. സുബ്ഹാനല്ലാഹ്, ഇത് നമ്മുടെ ഒരു ഐഡന്റിറ്റി അല്ലേ, ഒരു സംസ്കാരമല്ലേ, നമ്മളത് ചെയ്യണ്ടേ? അതുപോലെ തന്നെ കിബറന്മാരുടെ ശൈലി നമ്മൾ സ്വീകരിക്കാൻ പറ്റുമോ? ഹബീബ് സയ്യിദനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചെന്ന്, മോനെ നിനക്കെങ്ങനെ കിബറുണ്ടാകുക?